السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹാദരം നിറഞ്ഞ പണ്ഡിതന്മാർ, മുതഅല്ലിമുകൾ, മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൂടൽ സംഗമം അവന്റെ പൊരുത്തത്തിലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ വൈകിയ വേളയിൽ ഇനിയൊരു പ്രഭാഷണം ഭൂഷണമല്ല. മഹാനായ അഹ്മദുൽ കബീർ റിഫായി സുൽത്താനുൽ ആരിഫീൻ ഇബ്രാഹിം സഖാഫി അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. യൂട്യൂബിൽ ഉസ്താദിന്റെ പ്രഭാഷണം നമ്മൾ കേൾക്കണം, കുറേ അറിവുകൾ കിട്ടും. പുതിയ കാലത്ത് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ആശയങ്ങൾ. സിനിമ വളരെ ലഘൂകരിച്ചിട്ട് ഒന്ന് രണ്ട് ആളുകളുടെ പേര് പറഞ്ഞ് അവർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആ മഹാമനീഷ്യന്റെ നാട്ടുകാരനാണ്. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. പുതിയ പുതിയ ഒരുപാട് അറിവുകൾ നാം കൈവരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് ജീവിതം നൽകി. ഞാൻ പെട്ടെന്ന് എന്റെ വാക്ക് അവസാനിപ്പിക്കും, പ്രഭാഷണം നിർത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ജീവിതം, ഓരോ സമയങ്ങൾ നാം ഇവിടെ വരുമ്പോൾ ഉള്ള സമയമല്ല. ആ സമയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയി. ഇനി നമുക്ക് ആ സമയത്തെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറു മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ്, ആ ആയുസിന്റെ ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹിജ്റ 505 വഫാത്തായി പോയ മഹാൻ നമ്മുടെ ആയുസ് ഒരു ഐസ് കച്ചവടക്കാരനെ പോലെ ഉപമിക്കുകയാണ്. ഐസ് അലിഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ ആയുസ് അലിഞ്ഞു പോകുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാ വർഷവും ഈ സ്ഥലത്ത് മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ആണ്ട് വളരെ വിപുലമായി നടക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാളും ഒന്നും കൂടി വിപുലമാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഹ്ളറത്തുൽ ബദരിയ നമ്മുടെ വീടുകളിൽ നടത്താറുണ്ട്. ഇപ്രാവശ്യം പുതിയ സിയാറത്തോടുകൂടിയാണ് നാം ആരംഭിച്ചത്. പൂർവികന്മാർ അനുസ്മരിച്ച് അവരെ പൊരുത്തത്തോടുകൂടിയാണ് നമ്മുടെ ഈ മജ്ലിസ് ആരംഭിച്ചത്. അതോടൊപ്പം നിത്യ വരുമാനങ്ങളില്ല, പറയത്തക്ക പിരിവുകളില്ല. നിങ്ങളുടെയൊക്കെ വീടുകളില് ഒരു കുറ്റി ഡൊണേഷൻ ബോക്സ് നിങ്ങളുടെ വീടുകളിലൊക്കെ സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. നാം വീട്ടിൽ കഴിക്കുന്ന മഹ്ളറത്തുൽ ബദരിയാകട്ടെ, നാം കൊടുക്കുന്ന സംഭാവനയാകട്ടെ, മഹാന്മാരെ സിയാറത്താവട്ടെ, ഇതൊക്കെ ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല. നമ്മുടെയൊക്കെ പരലോകം വിജയിക്കണം, ആഖിറം വിജയിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഭൗതിക ലോകത്തുള്ള ജീവിതം. ആഖിറം വിജയിച്ചാലേ സ്വർഗം കരസ്ഥമാവുകയുള്ളൂ. സ്വർഗം ലഭിക്കണമെങ്കിൽ ആഖിറം വിജയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറം വിജയിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഈ ജീവിതം അല്പമേ ഉള്ളൂ, കുറച്ച് നാളുകളേ ഉള്ളൂ. മഹാനായ അഹ്മദ് ശൗക്കി തങ്ങള് ജീവിതത്തെ കുറിച്ച് പാടിയത് ദഖാതു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖുൻ വ ഫവാനി. കേവലം നിമിഷങ്ങളും സെക്കൻഡുകളും മാത്രമാണ് ജീവിതം. ഈ ജീവിതം അവസാനിച്ച് അല്ലെങ്കിൽ മരണം നമ്മുടെ ചാരത്തെത്തിയാൽ കുറച്ചു നേരവും കൂടി എനിക്ക് ജീവിക്കണമെന്ന് റബ്ബിനോട് പറയാനുള്ള ഓപ്ഷൻ ഇല്ല.
അയ്യാതി അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. എന്റെ തൊണ്ടക്കുഴിയിലേക്ക് മരണമെത്തുമ്പോൾ അല്ലാഹുവിനോട് ഞാൻ പറയും, കുറച്ചു നേരം എനിക്ക് നീട്ടിത്തരണേ. എന്റെ റൂഹ് ഈ സമയത്ത് പിടിക്കല്ല, കുറച്ചും കൂടി കാലതാമസം എനിക്ക് വേണം. അങ്ങനെ കാലതാമസം തന്നാൽ ഞാനെന്ത് ചെയ്യുമെന്നറിയുമോ? പറയുകയാണ്, അല്ലാഹ് എനിക്ക് കുറച്ച് സാമർത്ഥ്യം തരണം. അയ്യഅതി അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ. കുറച്ചു നേരം കൂടി എനിക്ക് ഈ ഭൗതിക ലോകത്ത് ജീവിക്കണമല്ല. എനിക്ക് നീ 60 വയസ്സ് പ്രായം തന്നു, 70 വയസ്സ് പ്രായം തന്നു, അല്ലെങ്കിൽ 50 വയസ്സ് പ്രായം തന്നു. എനിക്കിനിയും ഒരല്പം കാലം ജീവിക്കണം റബ്ബേ. എന്തിനു വേണ്ടിയാണ്? ഫഅസ്വദ്ദക, ഞാൻ സ്വതക്ക ചെയ്തോളാം. മഹാനായ റിഫായി ശൈഖ് തങ്ങളുടെ കുറ്റി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതിന് സംഭാവന ചെയ്യാൻ മടിച്ചുപോയി. നമുക്ക് സംഭാവന ചെയ്യാൻ താല്പര്യം വന്നില്ല, അത് വീട്ടിൽ എടുത്തു വെക്കാൻ കഴിഞ്ഞില്ല. അവസാനം മരണം നിന്റെ തൊണ്ടകുഴിയിലേക്ക് എത്തുമ്പോൾ നീ പറയുകയാണ്, അല്ലാഹ് എനിക്ക് കുറച്ച് താമസം തരണേ. ഫഅസ്വദ്ദക, ഞാൻ സ്വതക്ക ചെയ്തോളാം. വഅകും മിനസ് സ്വാലിഹീൻ. പൂർവികന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ ആക്ഷേപിച്ചവര്, മഹ്ലറത്തുൽ ബദരിയ വീട്ടിൽ നടത്തുമ്പോൾ ആക്ഷേപിച്ചവര്, അത് താല്പര്യം കാണിക്കാത്തവര്, അതിന് പ്രത്യേകത പരിഗണിക്കാത്തവര്, അതിന് പ്രത്യേകതയും കൽപ്പിക്കാത്തവര് മരണവേളയിൽ പറയുന്നു, വഅകും മിനസ് സ്വാലിഹീൻ. അല്ലാഹ്, ഞാൻ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെട്ടോളാം, കുറച്ച് താമസം തരണേ. ഇപ്പൊ റബ്ബെന്ത് പറയും? അല്ലാഹു പറയും, മോനെ കുഴപ്പമില്ല, 70 വയസ്സാണ് നിനക്ക് തന്നത്, കുഴപ്പമില്ല, കുറച്ചു കാലം കൂടി ഞാൻ നിനക്ക് ആയുസ് നീട്ടിത്തരാം, നീ ഇരുന്നോ. അങ്ങനെ പറയോ? ആ മരണം നിന്നിലേക്ക് എത്തിയാൽ, ഇദാ ജാ അജലുഹാ, മരണം നിന്നിലേക്ക് എത്തിയാൽ, ആ മരണം നിന്നിലേക്ക് എത്തിയാൽ പിന്നീട് സ്വതക്ക ചെയ്യാൻ അവസരമില്ല. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെട്ടോളാം. നരകാവകാശികളെ കുറിച്ച് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹും യസ്തരിഹൂന, ആ നരകത്തിൽ നിന്ന് അവർ അട്ടഹാസിക്കുകയാണ്. ഈ വേദിയിൽ വന്ന ആണുങ്ങളോടും സ്ത്രീകളോടും പുരുഷന്മാരോടും ഞാൻ പറയട്ടെ, നരകാവകാശികൾ അട്ടഹാസിക്കുകയാണ്. എന്നിട്ട് അവര് പറയുന്നു, റബ്ബനാ അഖ്രിജ്നാ, ഈ നരകത്തിൽ നിന്ന് നമ്മളെ നീ പുറപ്പെടുവിക്കണേ അല്ലാഹ്, നഅമലു സ്വാലിഹാ, ജീവിതകാലത്ത് നന്മ ചെയ്യാൻ കഴിയാത്തവൻ, ജീവിതകാലത്ത് ഡൊണേഷൻ ബോക്സിൽ പൈസ നിക്ഷേപിക്കാൻ കഴിയാത്തവൻ, മഹ്ലറത്തുൽ ബദരിയ നിങ്ങളുടെ വീട്ടിൽ നടത്തിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ അതിന് താല്പര്യം കാണിക്കാത്തവര് അവര് പറയുന്നു, അല്ലാഹ് ഈ നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കണേ. നഅമലു സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ നന്മകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, സ്വതക കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, മഹാന്മാരെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അഹ്മദുൽ കബീർ സുൽത്താൻ ലാരിഫിൻ അഹ്മദുൽ കബീർ തങ്ങളുടെ ആണ്ടുകൾ ഓരോ വർഷവും എന്റെ ചാരത്ത് നടക്കുമ്പോൾ, എന്റെ വീടിന്റെ മുറ്റത്ത് നടക്കുമ്പോൾ, എന്റെ നാട്ടിൽ നടക്കുമ്പോ, എന്റെ പരിസരത്ത് നടക്കുമ്പോ ആ വേദിയിൽ സംഗമിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പോകണം, ഇതിൽ നിന്ന് തന്നെ മടക്കണം. അവരും അല്ലാഹ് ചോദിക്കുകയാണ്, മോനെ, എടോ മനുഷ്യ, നിനക്ക് ചിന്തിക്കാനുള്ള സമയം തന്നില്ലേ, നീണ്ട ആയുസ്സുകൾ തന്നില്ലേ, ഒരുപാട് വർഷങ്ങൾ നൽകിയില്ലേ, നീ ചിന്തിച്ചോ, നീ ആലോചിച്ചോ? നിന്റെ അടുക്കൽ ഒരുപാട് മുന്നറിയിപ്പുകാരെത്തിയില്ലേ,
നിന്റെ ഉസ്താദുമാര് നിനക്ക് ഉപദേശം നൽകിയില്ലേ? പള്ളിയിൽ നിന്ന് ഉപദേശം കിട്ടിയില്ലേ? പൊതുവേദിയിൽ നിന്ന് ഉപദേശം കിട്ടിയില്ലേ? നരകമുണ്ടെന്ന് പറഞ്ഞു തന്നില്ലേ? സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്നില്ലേ? ധാരാളം സദഖകൾ ചെയ്യണമെന്ന് പറഞ്ഞു തന്നില്ലേ? നിന്റെ വീട്ടിലേക്ക് ഡൊണേഷൻ ബോക്സ് വന്ന് കൊണ്ടുവച്ചപ്പോ നീ അത് പരിഗണിച്ചില്ലല്ലോ. മഹ്ലറത്തുൽ ബദ്രിയ്യ. ആരാണ് ബദ്രീങ്ങൾ എന്നറിയുമോ? ആ ബദ്രീങ്ങളുടെ പവർ എന്താണെന്നറിയുമോ? ആ ബദ്രീങ്ങളുടെ മഹത്വം എന്താണെന്നറിയുമോ? എന്താണ് ബദ്രീയത്തിലുള്ളത്? എന്താണ് മഹ്ലറത്തുൽ ബദ്രിയ്യത്തിലുള്ളത്? അതിലൊന്നാമതായുള്ളത് ദുആയാണ്. അദ്ദുആഉ സിലാഉൽ മുഅ്മിൻ. ഒരു മുഅ്മിനിന്റെ രക്ഷാകവചം അത് ദുആയാണ്. ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്തോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അവന്റെ സ്പെഷ്യൽ കൺസിഡറേഷൻ അത് ഇല്ലാതെയായി പോകും. അല്ലാഹുവിന്റെ പരിഗണന തൊട്ട് നമ്മൾ പുറത്തായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, എടോ മനുഷ്യ, മഹ്ലറത്തുൽ ബദ്രിയ്യ വീട്ടിൽ നാം നടത്താറുണ്ടോ? അതിന് വലിയ ബഹുമാനം കൊടുക്കാറുണ്ടോ? വീട്ടിൽ വലിയ ആവേശത്തോടുകൂടി നടത്താറുണ്ടോ? അതിലുള്ളത് ദുആയാണ്. ആ ദുആയെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഖുൽ മാ യഅദഉ ബികും റബ്ബി ലൗലാ ദുആഉകും. ഓ മനുഷ്യ, നീ ദുആയില്ലാതെ പ്രാർത്ഥനയില്ലാതെ അല്ലാഹുവിനോട് ദുആ ഇരക്കാതെ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അല്ലാഹു പരിഗണിക്കൂല. ആ മഹ്ലറത്തുൽ ബദ്രിയ്യയുടെ അവസാനം മഹാന്മാരായ ബദ്രീകളെ തപസ്സുൽ ചെയ്തിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ബദ്രിയ്യത്തിലുള്ളത് മുഴുവനും അങ്ങനെയാണ്. അതിന്റെ അവസാനം അലൈഹിം ബിലാജിനാക ഉസാത കഫനാ لتأسير مأمول وإنجاز رغبتي. ഓ പ്രപഞ്ചനാഥ, അല്ല പറയുകയാണ്, മോനെ 60 വയസ്സ് പ്രായം നിന്നില്ലടോ, 50 വയസ്സ് പ്രായം നിന്നില്ലേ, 30-40 വർഷക്കാലം ജീവിക്കാനുള്ള എല്ലാ വഴികളും അല്ലാഹു തുറന്നു തന്നില്ലേ? എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു നൽകിയില്ലേ? എല്ലാവിധ സന്തോഷങ്ങളും അല്ലാഹു നൽകിയില്ലേ? ആ റബ്ബ് പറയുകയാണ്, മോനെ, നീ ആത്മാർത്ഥമായിട്ട് എന്നോട് ദുആ ചെയ്യണേ. ആ ദുആയാണ് മഹ്ലറത്തുൽ ബദ്രിയ്യയിലുള്ളത്. ദുആ ചെയ്യുമ്പോ നമ്മൾ മഹാന്മാരെ വസീലയാക്കി ദുആ ചെയ്യുന്നു. അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അലൈഹിം റിലാജിനാക ബുസാത കഫനാ لتحصيل مأمول وإنجاز رغبتي. പടച്ച റബ്ബേ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ല, 100 പ്രശ്നങ്ങളുണ്ടല്ല, പരാതികളുണ്ടല്ല. ഈ മഹാന്മാരായ ബദ്രീങ്ങളെ തപസ്സുൽ ചെയ്തിട്ട് നിന്നോട് ചോദിക്കുന്നു, അല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിച്ചു തരണേ അല്ല. ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി മഹ്ലറത്തുൽ ബദ്രിയ്യ വീട്ടിൽ നടത്തണേ. ഫൽതഫം ബിനാ ഫീ കുല്ലി അംരിൻ മുയസ്സറാ മുവസ്സി അർസാഖി വദഫീ ആഫതി. സർവ ആപത്തുകളെ തൊട്ടും കാക്കണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, നമ്മുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. എന്ത് മനോഹരമായ പ്രാർത്ഥനയാണ് ഇതിലുള്ളത്. അങ്ങനെ തുടങ്ങി ഓരോ വരികളും പ്രാർത്ഥനയുടെ വരികളാണ്. എന്നിട്ട് നമ്മൾ പറയുന്നു, സ്വലാത്തുൻ അലാ നൂരിൽ വജൂദി വആലിഹി വഅസ്ഹാബി ബദ്രിൻ ثم كل الصحابة. ബദറുൽ കമാലായ ഹബീബായ തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, അവിടത്തെ കുടുംബത്തിന്റെ മേലുള്ള സ്വലാത്ത്, അസ്ഹാബുൽ ബദ്രീങ്ങളുടെ മേലുള്ള സ്വലാത്ത്, അവിടത്തെ നക്ഷത്ര തുല്യരായ സ്വഹാബത്തിന്റെ മേലുള്ള സ്വലാത്ത്, ഇതൊക്കെ ചൊല്ലി ദുആ ചെയ്യുന്നു. പിന്നീട് മഹ്ലറത്തുൽ ബദ്രിയ്യയിൽ ഉള്ളത് എന്താണ്? അത് ദിക്റാണ്.
അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഏത് പ്രതിസന്ധി വരുമ്പോഴും ഏത് പ്രയാസം വരുമ്പോഴും ഖൽബ് ശാന്തമാകണം, ഹൃദയത്തിന് സമാധാനം വേണം. ആ ഹൃദയം സമാധാനം കിട്ടണമെങ്കിൽ അല്ലാഹുവിനെ ഓർത്തോ. മഹ്ദറത്തുൽ ബദ്രിയിൽ സിനിമാ കഥകളല്ല, സീരിയൽ കഥകളല്ല, ഭൗതികമായ ഏതൊരു രസമുള്ള കഥകളല്ല, മറിച്ച് അല്ലാഹുവിനെ സ്മരിക്കാനുള്ള ദിക്റാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ ചൊല്ലി നാം മഹ്ദറത്തുൽ ബദ്രിയെ പാരായണം ചെയ്യുന്നു, അതേപോലെ നാം അതിൽ ദുആ ചെയ്യുന്നു, മഹാന്മാരെ അസ്മാകൾ പാരായണം ചെയ്യുന്നു. ആ ബദ്രീങ്ങളെ പേര് പാരായണം ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആക്ക് ഇജാബത്ത് നൽകുന്നു. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നമ്മളെ വീട്ടിൽ ഇതുവരെ മഹ്ദറത്തുൽ ബദ്രിയെ നടത്തിയിട്ടില്ലെങ്കിൽ ഈ നിമിഷം നാം പ്രതിജ്ഞ എടുക്കണം. അത് ആരുടെ പേരാണ് ഉരുവിടുന്നത്? അത് ആരുടെ മജ്ലിസാണ്? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബദ്രീങ്ങള്, അല്ലാഹു സഹായിച്ച ബദ്രീങ്ങള്, അല്ലാഹു സ്പെഷ്യലായി പരിഗണിച്ച ബദ്രീങ്ങള്. ആ ബദ്രീങ്ങളെ പേര് വീട്ടിൽ കാവലാണ്. ചരിത്രങ്ങൾ വിശാലമാണ്. ഈ വൈകിയ നേരത്ത് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ബദർ മൗലിദ് എടുത്താൽ കാണാമല്ലോ, ഒരു സ്വഹാബി അല്ല, പൂർവികന്മാരായ കച്ചവടക്കാരിൽ നിന്ന് വന്ന ഉദ്ധരണി. ഒരു കച്ചവടക്കാരൻ തന്റെ മുതൽ വീട്ടിൽ വെച്ചിട്ട് ബദരീങ്ങളെ തവസുൽ ചെയ്തിട്ട് ബദരിയത്ത് ചെയ്ത് കെട്ടി തൂക്കിയിട്ട് കച്ചവടത്തിന് വേണ്ടി, ഹജ്ജിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. പണം നഷ്ടപ്പെട്ടിട്ടില്ല. കള്ളന്മാര് വന്ന് പേടിച്ചോദിയ കഥകള് ആ ബദരീയത്തിലുണ്ട്, ബദർ മൗലിദിലുണ്ട്. ഇങ്ങനെ വലിയ പവറുള്ളവരാണ്, വലിയ മഹത്വമുള്ളവരാണ്. ജീവിക്കാൻ അല്ലാഹു ഒരുപാട് അവസരങ്ങൾ നൽകിയല്ലോ. എന്നിട്ട് മരണവേളയില് അല്ലാഹു ഒരല്പം നീട്ടിത്താ, ഞാൻ സ്വതക്ക ചെയ്തോളാം, ഇവിടെ ഒരുപാട് ഉസ്താദുമാർ ഉപദേശം നൽകിയിട്ടുണ്ടായിരുന്നു, അവരൊരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞില്ല, അത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അതല്ലേ നരകാവകാശികൾ പറയുന്നത്? അല്ലാ അല്ലാ, നമ്മൾ ഈ ജീവിച്ചതുപോലെയല്ല, നമ്മളെ നീതിൽ നിന്ന് പുറപ്പെടുവിച്ചാൽ സൽക്കർമ്മങ്ങൾ ചെയ്യാമല്ലാ. പക്ഷേ അള്ളാഹുവിന്റെ ഓർഡർ എങ്ങനെയാണ്? അള്ളാഹുവിന്റെ തീരുമാനം എങ്ങനെയാണ്? ഈ ജീവിതം ഇവിടെ അവസാനിച്ചാൽ പിന്നീട് നന്മ ചെയ്യാൻ അവസരമില്ല, നിസ്കരിക്കാൻ അവസരമില്ല, ബദ്രിയത്ത് ചൊല്ലാൻ അവസരമില്ല, ദിക്ർ ചൊല്ലാൻ അവസരമില്ല, മഹാന്മാരെ സ്നേഹിക്കാൻ അവസരമില്ല, സ്വതക്ക ചെയ്യാൻ അവസരമില്ല. അല്ലാഹ് പറയുന്നു, മോനെ നിനക്ക് അവസരങ്ങൾ ഞാൻ നൽകിയില്ലടോ, മുന്നറിയിപ്പ് നൽകിയില്ലടോ. നിനക്ക് എത്ര അവസരങ്ങളാ മോനെ നിന്റെ മുമ്പിലേക്ക് വന്നത്, പക്ഷേ നീ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ. അതുകൊണ്ട് മോനെ ഫദൂഖൂ, ഈ നരകത്തിൽ നീ രുചിച്ചോ, നരക ശിക്ഷ അനുഭവിച്ചോ. ഇവിടെ നിന്നെ രക്ഷപ്പെടാൻ ഇവിടെ നിന്നെ രക്ഷപ്പെടുത്താൻ ഒരാളും വരൂല്ല. സൂറത്തുൽ ഫാത്തിറിന്റെ 37-ാമത്തെ വചനത്തിൽ കാണാ, മോനെ മരിച്ചു കഴിഞ്ഞാൽ, മരണം തൊണ്ടക്കുഴിയിലെത്തി കഴിഞ്ഞാൽ, പിന്നീട് ഒരു സെക്കൻഡ് വൈകിപ്പിക്കൂല, പിന്നീട് ഒരു സെക്കൻഡ് താമസിപ്പിക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് റിഫായി ശൈഖ് തങ്ങളുടെ മജ്ലിസാണ്, സുൽത്താനുൽ ആരിഫീനാണ്, അഖ്താബിൽ അർബഇൽ പ്രമുഖരാണ്, അവരുടെ മജ്ലിസാണ്, മഹ്ദറത്തുൽ ബദ്രിയെ ചൊല്ലിയ മജ്ലിസാണ്, മഹാന്മാരെ അനുസ്മരിച്ച മജ്ലിസാണ്, ഹബീബായ തങ്ങളെ പറഞ്ഞ മജ്ലിസാണ്. ഈ മജ്ലിസിന് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ വന്ന് ഡൊണേഷൻ ബോക്സ് വെക്കുമ്പോ ഓരോ ദിവസവും 10 രൂപയെങ്കിലും നിക്ഷേപിക്കാൻ കഴിയണം, ഒരു 5 രൂപയെങ്കിലും നിക്ഷേപിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ, നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, സജ്ജനങ്ങളോടൊപ്പം ചേർക്കട്ടെ. നാളെ
സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗം ലഭിക്കണം. ഈ ഭൗതികമായ ദുനിയാവിൽ നമ്മളെ വഴിതിരിക്കാൻ, നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ, നന്മയിലേക്ക് പോകുമ്പോ പോവണ്ട എന്ന് പറയാൻ, തിന്മയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ധാരാളം ജനങ്ങൾ ഉണ്ടാകും. പക്ഷേ മരിച്ച ആഖിറത്തിലേക്ക് എത്തുമ്പോൾ ആരും സഹായിക്കാനുണ്ടാവില്ല, ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. നാം ചെയ്തത് ഏതാണോ, നാം പ്രവർത്തിച്ചത് ഏതാണോ, ദുനിയാവിൽ നാം ചെയ്തത് മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ. ഇതുപോലത്തെ മജ്‌ലിസിൽ വന്നിരിക്കുമ്പോ നാം ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളോ, നാം ചെലവഴിക്കുന്ന ഓരോ മിനിറ്റുകളോ, നാം ചെലവഴിക്കുന്ന ഓരോ മണിക്കൂറുകളോ, നാം ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ദിവസങ്ങള് എല്ലാം റബ്ബിന്റെ കോടതിയിൽ നിനക്ക് അനുകൂലമായി എഴുതി വെക്കുമ്പോൾ അല്ലാഹു നമുക്ക് വിജയിക്കാനുള്ള മാർഗം തുറന്നു തരികയാണ്. അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. വരും നാളുകളിൽ, വരും വർഷങ്ങളിൽ ഇതിനേക്കാളും വിപുലമായ രൂപത്തിൽ നടത്താൻ അല്ലാ നമുക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. മാത്രം പറഞ്ഞ് നിർബന്ധമായും നമ്മൾ മഹ്ദറത്തുൽ ബദരിയ നടത്തിയിരിക്കണം. നിർബന്ധമായും നമ്മളാൽ കഴിയുന്ന എന്തൊക്കെ നന്മകൾ ചെയ്യാൻ കഴിയുന്നു ആ നന്മകളൊക്കെ നാം ചെയ്യണം. നന്മക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ ജീവിതം, അല്ലാഹു നമുക്ക് നൽകിയ ആയുസ് അത് നന്മയിൽ അധിഷ്ഠിതമായിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് ചൊരിഞ്ഞു തരട്ടെ. ഈ സമയം വരെ നമ്മൾ ഇവിടെ ഇരുന്നത് ആഖിറത്തിൽ പരലോക മോക്ഷത്തിൻ സ്വർഗം കരസ്ഥമാക്കാൻ, സ്വർഗ ലബ്ധിക്ക് നീ ഇത് നിദാനമാക്കി തരണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ധാരാളം ആളുകൾ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق غاسق إذا وقب من شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അസീസ് എന്നൊരു സഹോദരൻ ശ്വാസം വിട്ടുകൊണ്ട് വളരെ പ്രയാസപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ മകൾ ആമിന നടുവേദന കൊണ്ട് വളരെ പ്രയാസത്തിലാണ്. അങ്ങനെ പലരും, എല്ലാവർക്കും വേണ്ടി തങ്ങൾ ദുആ ചെയ്യും എന്ന് അറിയിക്കും. ഇവിടെ ഒരുപാട് ആളുകളുടെ ലിസ്റ്റ് വായിക്കാത്തവരും ഇവിടെ എത്തിച്ചേർന്നവരും നല്ല ഹുദൂറുൽ ഖൽബോടെ ആമീൻ പറയും. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. الصلاة والسلام عدد ما في علم الله عليك يا رسول الله. ضاقت هيلتي وأنت وسيلتي فأدركني سريعا بعزة الله. اللهم صل على سيدنا محمد وعلى آله وأصحابه وأزواجه وإطرته وذريته وأهل بيته أجمعين. أرحم الراحمين يا الملك الجبار يا الله. ഈ സദസ്സിൽ നമ്മൾ ഓതിയതും ചൊല്ലിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. പോരായ്മകൾ പരിഹരിക്കണേ അല്ലാഹ്. ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മഹാനുഭാവരുടെ ബറക്കത്ത് കൊണ്ട് സർവ്വ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാരുടെ ബറക്കത്ത് കൊണ്ട് സർവ്വ സാദാത്തീങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ്
നമുക്കും നമ്മുടെ മാതാപിതാക്കള് ഗുരുനാഥന്മാര് ഇഷ്ടജനങ്ങള് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര് ഈ സദസ്സിന് സഹായിച്ചവര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര് ഇവിടെ ഒരുമിച്ച് കൂടിയവര് ആണ് പെണ്ണ് ചെറുത് വലുത് അല്ലാഹ് ഓരോ വീടുകളിലും കുത്തിവെച്ചപ്പോ സഹായിച്ചവര് സഹകരിച്ചവര് മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി കൂടെ നിന്നവര് ഇതിന്റെ പ്രവർത്തകര് അല്ലാഹ് നടത്തിപ്പുകാരവിടെ കുടുംബാദികള് എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ് ആഫിയത്ത് നൽകണേ അല്ലാഹ് ആരോഗ്യം നൽകണേ അല്ലാഹ് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് അപകട മരണങ്ങൾ മാരകമായ രോഗങ്ങൾ മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക ബാഹ്യ അവയവങ്ങൾക്കുള്ള സർവ്വ പ്രയാസങ്ങളും മാറ്റി തരണേ അല്ലാഹ് സർവ്വ രോഗങ്ങളും സുഖപ്പെടുത്തി തരണേ അല്ലാഹ് ഇവിടെ പല ആളുകള് രോഗികള് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹ് ലിസ്റ്റിൽ പേര് വായിച്ചവരും വായിക്കാത്തവരും അല്ലാഹ് ആരൊക്കെ രോഗികളാണോ നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ രോഗശമനം നൽകണേ അല്ലാഹ് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ് ഇസ്സത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ് അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഉള്ളിൽ നീറുന്ന നൂറ് പ്രശ്നങ്ങളാണ് അല്ലാഹ് അവലാദികളാണ് പരിഭവങ്ങളാണ് പരാതികളാണ് നമ്മുടെ ഹൃത്തടങ്ങളിലുള്ളതെല്ലാം അറിയുന്ന അല്ലാമുൽ ഗുയൂബായ അല്ലാഹ് നീ സർവ്വ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാഹ് സർവ്വ വിഷമങ്ങളും തീർത്തു തരണേ അല്ലാഹ് സർവ്വ ദുരിതങ്ങളും മാറ്റിത്തരണേ അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ് വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ് വിവാഹ പ്രായമെത്തി അനുയോജ്യമായ വിവാഹ പ്രായമെത്തി കല്യാണം ശരിയാവാത്തവര് അനുയോജ്യമായ ഇണകളെത്തിച്ചു കൊടുക്കണേ അല്ലാഹ് അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് പാപികളാണ് ദോഷികളാണ് അല്ലാഹ് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വികാര വിചാരങ്ങൾക്ക് അടിമപ്പെട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ കൊണ്ട് ചെയ്തു പോയ പാപങ്ങളുണ്ട് അല്ലാഹ് ചെറുതും വലുതുമായ പാപങ്ങളുണ്ട് അല്ലാഹ് പാപങ്ങൾ ചെയ്ത് ഹൃദയം കറുത്തിരുണ്ട് പോയി അല്ലാഹ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ് നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ അല്ലാഹ് ഹൃദയം ശുദ്ധിയാക്കി തരണേ അല്ലാഹ് നിന്റെ നൂറാനിയത്ത് കൊണ്ട് പ്രകാശിപ്പിച്ചു തരണേ അല്ലാഹ് ശിഷ്ടകാല ജീവിതം നിന്റെ തഖ്വയിലും ത്വഅത്തിലുമായി ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ് നമ്മുടെ വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് ജീവിത ഉടനീളം ബറക്കത്ത് നൽകണേ അല്ലാഹ് സന്താനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് ഏർപ്പാടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് നീ നമുക്ക് നൽകിയ സർവ്വതിലും ബറക്കത്ത് നൽകണേ അല്ലാഹ് ഖൈറാത്തുകൾ ചൊരിഞ്ഞു തരണേ അല്ലാഹ് നമ്മുടെ വീടുകളിൽ എല്ലാവിധ ഐശ്വര്യവും നൽകണേ അല്ലാഹ് പ്രയാസങ്ങളെ വിഷമങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് ദുരിതങ്ങളെ കഷ്ടപ്പാടുകളെ തൊട്ട് കാക്കണേ അല്ലാഹ് സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ട് കാക്കണേ അല്ലാഹ് മാക്കിര്യങ്ങളെ മക്കറിനെ തൊട്ട് കാക്കണേ അല്ലാഹ് ആയിനീങ്ങളെ ആയിനിനെ തൊട്ട് കാക്കണേ അല്ലാഹ് ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാഹ് ജീവിതോടനീളം നിന്റെ ഹിഫ്ള് നൽകണേ അല്ലാഹ് നിന്റെ കാവല് നൽകണേ അല്ലാഹ് ഊണിലും മുറക്കിലും നിന്റെ കാവല് നൽകണേ അല്ലാഹ് അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് പാതിരാ നേരത്ത് നിന്നിലേക്ക് ഇരു കരങ്ങളും നീട്ടി യാചിക്കുന്നു അല്ലാഹ് പാപികളാണ് ബലഹീനന്മാരാണ് അല്ലാഹ് നീ നമ്മളെ ഖൈബാക്കി കളയല്ല അല്ലാഹ് നിന്റെ പടിവാദിക്കൽ വന്ന് നിന്റെ അടിമകൾ പാവപ്പെട്ട നിന്റെ അടിമകൾ അല്ലാഹ് ചോദിക്കുന്ന കരങ്ങളെ തട്ടിക്കളയല്ല അല്ലാഹ് ഈ സദസ്സിലേക്ക് ആരൊക്കെ എന്തൊക്കെ മുറാദുകൾ വെച്ച് സംഭാവനകൾ നൽകിയിട്ടുണ്ടോ ഏതൊക്കെ രോഗങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ടോ അല്ലാഹ് ഈ സദസ്സ് കൊണ്ട് നീ പരിഹാരം നൽകണേ അല്ലാഹ്
ഇജാബത്തുള്ള സദസ്സുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷത്തോടെ നോക്കിക്കാണുന്ന സദസ്സാക്കണേ അല്ലാ. ശൈഖ് റിഫായി തങ്ങളുടെ മദദ് ലഭിക്കുന്ന സദസ്സുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാ, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരെ ഖബറിലാണ് അല്ലാ. ഏതൊക്കെ ഖബർസ്ഥാനിലാണോ ഏതൊക്കെ പള്ളിക്കാട്ടിലാണോ എന്നറിയില്ല അല്ലാ. ആ ഖബറാളികൾക്ക് ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ജീവിതാവസാനം വരെ നിന്റെ തഖ്വയിലും ത്വഅത്തിലുമായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ദുനിയാവിന്റെ സർവ്വബാധ്യതകളും തീർത്തു തരണേ അല്ലാ. ധാരാളം തവണ ഹജ്ജിനും ഉംറയ്ക്കും പോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സർവമഹാന്മാരെ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അതിനുള്ള വഴികൾ നമുക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ദുനിയാവിന്റെ എല്ലാ ബാധ്യതകളും തീർത്ത് നീ മരണം ഖൈറാക്കിയ സമയത്ത് ഒളോടുകൂടെ നിന്റെ ഭവനത്തിൽ കിബിലക്ക് അഭിമുഖമായി കിടന്ന് അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറക്ക ചൊല്ലി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാൻ പാപികളായ നമുക്ക് തൗഫീഖ് നൽകണേ അല്ലാ. സജ്ജനങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ. സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നമ്മുടെ മജ്ലിസ് നീ നാൾക്ക് നാൾ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കണേ അല്ലാ. വരും കാലങ്ങളിൽ ഇതിനേക്കാളും വിപുലമായി നടത്താനുള്ള വഴികൾ തുറന്നു തരണേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ തലമുറയായി ഇതിന്റെ പ്രൗഢിയോടെ ഇതിന്റെ പ്രതാപം നഷ്ടപ്പെടാതെ ഒരാവേശക്കുറവുമില്ലാതെ ആവേശത്തോടെ തലമുറയായി നടത്താൻ നീ ഭാഗ്യം തരണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا معنا ولا فينا شقيا مطرودا ولا محروما. അല്ലാഹു ഒരുപാട് ഉമ്മമാര് ആത്മാർത്ഥമായി ഇതിലേക്ക് സംഭാവന നൽകിയവര്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, ഈ സദസ്സിൽ ഇവിടെ ഈ സമയം വരെ ഇരുന്ന രക്ഷിതാക്കള്, വാപ്പമാര്, ഉമ്മമാര്, പ്രായം ചെന്നവര്, മക്കള്, മുതഅല്ലിമുകൾ, ഉസ്താദുമാര് എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. സർവ്വ ഖൈറാത്തുകളും ചൊരിഞ്ഞു തരണേ അല്ലാ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. اللهم اجعلنا من التوابين، اللهم اجعلنا من المتطهرين، اللهم اجعلنا من عبادك الصالحين، اللهم اجعلنا من الشاكرين، اللهم اجعلنا من الفائزين، اللهم ولا تجعلنا من الخاسرين الجاهلين. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും തങ്ങളെ മുസാഫാത്ത് ചെയ്ത് പിരിഞ്ഞു പോവുക.